കൊടുക്ക. പുറത്തുനിന്നൊരു വാവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈ നിട്ടതാട്ടോ. നമ്മളെവിടേക്കാ പോണെന്ന് അറിയണ്ടേ? ഒരു ഗംഭീര ഇൻട്രോ വരുന്നുണ്ടേ, കേട്ടു നോക്ക്. നമ്മളിന്ന് പോകാൻ പോണ സ്ഥലം നമ്മളിന്ന് ആപ്പിൾ പറിക്കാൻ പോവാണ്. നമ്മളിന്ന് പോകാൻ പോണ സ്ഥലം ഒരു ആപ്പിൾ കഴിക്കാൻ പോണ്. ഫോൺ കയ്യിലെടുത്താലുണ്ടല്ലോ, ഇൻട്രോ പറഞ്ഞവരുടെ തിക്കും തിരുവാതിരയാണ്. അപ്പോൾ ആരെങ്കിലും ഉൾക്കൊള്ളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് കഥ. ഇവിടുത്തെ റോസുകൾ കണ്ടോ, മരങ്ങളും വേണിട്ടോ ഇവിടുത്തെ റോസൊക്കെ ബെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൻ്റർ ആയാലും ഇത് നശിച്ചു പോകുന്നില്ലേ. പാടം തോടൊക്കെ ചാടി കിടന്നിട്ട് വേണം കേട്ടോ നമുക്ക് ആപ്പിൾ തോട്ടത്തിലൂടെ പോകാനായിട്ട്. നല്ല വഴി അവിടെ വേറെ കിടക്കുന്നുണ്ട്, എന്നാലും ഇതല്ലേ ഒരു നൊസ്റ്റാൾജിയ. നല്ല മഴക്കാരാണ് കേട്ടോ. അതേ ഞങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള വിമാനമാണ് ആ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കയറ്റിയില്ലാന്നേ. എനിവേ പാടവും മഴയും കാറ്റും എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ, നമുക്ക് പണ്ട് നാട്ടിൽ മഴ കാര് വെക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് ഊതത്തില്ലേ. കാറ്റ് ഊതുമ്പം ഈ മാങ്ങയൊക്കെ പഴുത്ത് വീഴുമ്പോൾ നമ്മൾ പറക്കാൻ വേണ്ടി കൊട്ടയെ കൊണ്ട് ഓടും. ആ ഒരു ഫീലാട്ടോ ഇവിടെ. ഇപ്പോൾ ദേ മാങ്ങയ്ക്ക് പകരം ആപ്പിളാണ് വീഴുന്നതെന്ന് മാത്രം. ആപ്പിൾ ഒത്തിരി താഴെ വീണ് നശിച്ചു പോകുന്നുണ്ട്. ഇവിടെ ആരും പറക്കാനും കൊട്ടയിൽ ശേഖരിക്കാനൊന്നും പോകുന്നില്ല. എനിവേ നമുക്ക് കുറച്ച് മരത്തേന്ന് പറിച്ചെടുത്തോട്ട് പോവാം. ആദ്യം വന്നപ്പോൾ ഞാൻ ഈ ആപ്പിളെല്ലാം വെറുതെ അങ്ങ് പറിച്ചുകൊണ്ട് പോവായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയാണ് മനസ്സിലായി ഇതൊക്കെ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അതിലുള്ള ചെറിയ കുത്തുവരെ അതിനുള്ളിൽ പുഴു ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെയാണല്ലോ പലതരത്തിലുള്ള വെറൈറ്റി ആപ്പിളുകളായിട്ടുള്ളത്. എല്ലാ മരത്തുമേയും വെറൈറ്റി ആപ്പിളുകളാണുള്ളത്. പക്ഷേ ഈ കൊല്ലം ഭയങ്കര ആപ്പിളുകൾ കുറവാണ്. പല മരത്തുമേയും ആപ്പിളുകൾ തന്നെയേ ഇല്ല. കാരണം ഭയങ്കര മഴയും കാറ്റും ഭയങ്കര ചൂടും സംഭവങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം വാടിക്കൊഴിഞ്ഞ് തീർന്നു പോയി തോന്നുന്നു. ഈ മരത്തുമേന്നൊക്കെ കഴിഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാതിരി ആപ്പിൾ കിട്ടിയതായിരുന്നു. ഇതൊന്നും ആപ്പിൾ കാണാനേ ഇല്ല. ഉള്ളതാവട്ടെ. ഈ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല അടിപൊളി കിഡിലൻ ആംബിയൻസ് ആട്ടോ. കാരണം ഇപ്പുറത്തോട്ട് തിരിയുമ്പോൾ ആ പാടമാണ്, അതുപോലെ നല്ല കാറ്റും സംഭവങ്ങളൊക്കെയാണ്. വിൻ്ററിൽ അത്ര വലിയ സുഖം ഉണ്ടാവാൻ വഴിയില്ല, കാരണം തണുപ്പ് കൂടുതലായിരിക്കും. മുന്തിരിങ്ങയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് കറുത്ത മുന്തിരിങ്ങയാണ്. എൻ്റെ വിചാരം ഈ കറുത്ത മുന്തിരിങ്ങ കുഞ്ഞായിരിക്കുമ്പോഴും കറുത്തതായിരിക്കുന്നതാണ്. പക്ഷെ ഇത് പച്ച മുന്തിരിങ്ങ ആയിട്ടാണ് പിന്നെ കറുത്ത് വരുന്നത്. എന്താ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നടത്തും ആപ്പിൾ പറിക്കലും കളികളൊക്കെ കഴിഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയായിരുന്നു. നമ്മളാരും ഫുൾ ഓവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. ഈ 2 മരങ്ങൾ നമുക്ക് ഇഷ്ടമായ നാട്ടിലും കിട്ടുന്നുണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.